സാറത് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്യുന്നു, ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നു, യൂറോപ്പിൽ പോകണം, 10 ദിവസം കൊണ്ട് 10 രാജ്യങ്ങൾ കാണുന്നു. ഇതെന്തത്? ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു സാർ, ഒന്ന് പറയാൻ പറ്റുമത്? പിന്നെ അതായത് നമ്മൾ യൂറോപ്പിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ യൂറോപ്പിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ സ്റ്റുഡൻറ്റ് വിസ ചെയ്യുന്ന ആൾക്കാരായിട്ടുള്ള നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രോസസ്സ് തുടങ്ങി നമ്മൾ മനസ്സിലായത് നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയുടെ ഡോക്യുമെന്റേഷനും ഈ വിസിറ്റ് വിസയുടെ ഡോക്യുമെന്റേഷൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മാത്രമല്ല യൂറോപ്പിലുള്ളത് ഷെങ്കൻ വിസയാണ്. ഷെങ്കൻ വിസയ്ക്കും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ഈസിയായി. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവർ മെയിനായിട്ട് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ബേസിക്കലി നമുക്ക് വിസയ്ക്ക് തരാണെങ്കിൽ ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മളെനിക്കാണെങ്കിൽ ഒക്ടോബർ 18 വിസ അപ്ലൈ ചെയ്ത് 19 ഒറ്റ ദിവസം കൊണ്ട് വിസ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ട് 2 ദിവസം എടുത്തു മാത്രം വിസ കിട്ടി. വിസ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ സിംഗപ്പൂർക്ക് വിസ എടുത്ത് അപ്ലൈ ചെയ്തത്. ഇത് വിസ ചെയ്യാൻ അപ്ലൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മൾ ബേസിക്കലി അത് VFSന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ vfsglobal.com എന്നുള്ള സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രാജ്യങ്ങളുടെയും ഡീറ്റെയിൽസിൽ കിട്ടും. അതിൽ തന്നെ നമുക്ക് വിസ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിസയുടെ ഓപ്ഷൻസ് ഉണ്ട്. വിസ ചെയ്യാനായിട്ടുള്ള B2B സർവീസുകൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളും ട്രാവൽ ഇറ്റിനറിയും ഒക്കെ അത് തന്നെ മേക്കപ്പ് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് വിസ ചെയ്ത് ഡോക്യുമെന്റ് കൊണ്ട് ചെന്ന് VFS ഓഫീസിൽ പോയ എക്സ്പീരിയൻസ് ആരോ ഓർക്കണ്ട. നമ്മളൊക്കെ എല്ലാവരും നമ്മൾ ആലോചിച്ചപ്പോഴേ കുട്ടികൾക്കൊക്കെ ഈ പേടി ഉണ്ടാവില്ലേ? നമുക്കും അല്ലെ ആ നമ്പർ അവിടെ പ്രത്യേക ഇതുണ്ടായിരുന്നല്ലോ, വേറൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഒരു നമുക്ക് പണിയെ പൈസ കൊടുത്തിട്ട് ലോഞ്ച് അല്ലേ? ലോഞ്ച് എന്ന് വെച്ചെങ്കിൽ ഒരു എക്സ്ട്രാ സർവീസ് തരുന്ന പോലെ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളൊരു 10,000 അഡീഷണൽ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു നല്ല കൗച്ചിലിരിക്കാൻ പറ്റും, ഒരു ജ്യൂസ് മറ്റേ കൊടുന്നു വരും, ഫോട്ടോ കോപ്പി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് തന്നെ ഒരു 8,000 റുപ്പീസൊക്കെ ഉള്ളൂ ഈ വിസയ്ക്ക്. ഈ പറഞ്ഞ പോലെ 3 ലക്ഷം 4 ലക്ഷം രൂപയൊന്നും കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. 8,000 അതും അവിടെ VFSൽ പോയി കൊടുത്താൽ മതി, വേറെ എവിടെയും കൊടുക്കും വേണ്ട. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അവർ ഫയൽ മേടിച്ച് വയ്ക്കും. ഇൻഷുറൻസ് ഉണ്ടെന്ന് നോക്കും. ഇൻഷുറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം കഴിഞ്ഞു. നമുക്ക് പിറ്റേ ദിവസം നമുക്ക് മെസ്സേജ് വരും, നിങ്ങളുടെ വിസ പ്രോസസ് ആയി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് ഫ്രാൻസിന്റെ വിസ. അതെ, പിറ്റേ ദിവസം അടിച്ചു. അത് എനിക്ക് ബാംഗ്ലൂർ ഫ്രാൻസിന്റെ വിസ തുടങ്ങിയിട്ടുള്ളത് ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ളത്, ഫ്രാൻസിന്റെ കോൺസുലേറ്റ് ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ഫ്രാൻസിന്റെ വിസകൾ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ബാംഗ്ലൂരാണല്ലോ അപ്ലൈ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണമെങ്കിൽ കൊച്ചിയിലും ചെയ്യായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ അല്ലാണ്ട് ചെന്നൈയും അതുപോലെ ബോംബെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അറിയാം. പക്ഷേ ബാംഗ്ലൂർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്. മിക്കവാറും പോസിറ്റീവ് റിസൾട്ട് തന്നെ വരുന്നത്. അപ്പോൾ അത് കാരണം അത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പ്രോസസ്സ് വളരെ ഈ 8,000 റുപ്പീസിൻ്റെ കേസേ ഉള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. അപ്പം അതിനുശേഷമാണ് നമ്മൾ സിംഗപ്പൂർക്ക് വിസ അപ്ലൈ ചെയ്തത്. സിംഗപ്പൂരിന്റെ വിസ അപ്ലൈ ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അതും ഈ പറഞ്ഞ VFSന്റെ സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബേസിക്കലി സിംഗപ്പൂർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലും വിസ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് സിംഗപ്പൂരിൽ വെച്ച് 4,000 രൂപ മറ്റേ ചിലവുള്ളൂ, 3,500 സംതിങ്ങേ ഉള്ളൂ. അതും നമുക്ക് ഓൺലൈനായിട്ട് വരുന്ന വിസയാണ്. നമുക്ക് VFSൽ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതെനിക്കാണെങ്കിൽ 2 ദിവസം കൊണ്ട് അതിൻ്റെ വിസയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിംഗപ്പൂർക്ക് അതിന് വിസ കിട്ടിയപ്പോഴാണ് നമ്മൾ പിന്നെ പ്ലാനിങ് തുടങ്ങിയത്. അതെ അതെ അതെ, നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് സാർ സെർച്ച് ചെയ്യുന്നത്. അതിന് ഒത്തിരി സൈറ്റുകളൊക്കെ നോക്കി അതിന്റെ ഏറ്റവും എക്കണോമിക്കലായിട്ട് നമുക്ക് ഫീൽ ചെയ്ത സൈറ്റുകൾ 1-2 ഉണ്ടായിരുന്നു. അതായത് ഇക്സിഗോ എന്നുള്ള നല്ല സൈറ്റ്, ഇക്സിഗോ നല്ലതാണ്. അതിൽ തന്നെ ഈ booking.com കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ IXIGO ഇക്സിഗോ എന്നുള്ളത് എനിക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ ടിക്കറ്റും, ഈവൻ ട്രെയിൻ ടിക്കറ്റും പ്ലെയിൻ ടിക്കറ്റും ഒക്കെ എടുക്കാൻ പറ്റും. അതിൽ തന്നെ നമ്മൾ ഇന്റർനാഷണൽ ട്രാവൽ എന്നുള്ള ഒരു കോളത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് എല്ലാ ടിക്കറ്റുകളും എല്ലാ റേഞ്ചുകളും മനസ്സിലാവും. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു രാജ്യത്തേക്കല്ലല്ലോ പോകുന്നത്. നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ 10-12 രാജ്യങ്ങളിലേക്ക് പോണ കാരണം നമ്മൾ പ്ലെയിൻ ഇറങ്ങണ സമയവും ഹോട്ടലിൽ ജോയിൻ ചെയ്യുന്ന സമയങ്ങളും എല്ലാം കൂടി ഒന്ന് പ്ലാൻ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചെങ്കിൽ മിക്കവാറും ഈ ഫ്ലൈറ്റുകളിലൊക്കെ ലഗേജ് ഇല്ലേ 7 കിലോ 8 കിലോ മാത്രമേ സമ്മതിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലഗേജ് മാത്രമായിട്ട് 12 രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഒരു ചെക്ക് ഇൻ ലഗേജും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 കിലോ എക്സ്ട്രാ. അപ്പോൾ അതിനും കൂടി കണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന ലാഭം മുഴുവൻ എയർപോർട്ടിൽ വെച്ചിട്ട് അവർ ഫൈനായിട്ട് നമ്മുടെ നിന്ന് മേടിക്കും. അപ്പോൾ അത് കാരണം ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ലഗേജിന്റെയും കൂടിയും എക്സ്ട്രാ കൂടിയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ ബാഗ് കൊണ്ടുപോകുമ്പോഴേ സാധാരണ സൈസിലുള്ള ബാഗ് കൊണ്ടുപോകണം. ഇപ്പോൾ കൊടേരൊക്കെ സൈസിലുള്ള ബാഗ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരത് വേറെ എക്സ്ട്രാ ബാഗേജ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ബാഗേജ് പൈസ ചാർജ് ചെയ്യില്ല, വേറെ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഓട്ടം തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സമയം കളയാനില്ല നമുക്ക്. അപ്പോൾ അത് കാരണം പരമാവധി ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാഗുകൾ വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറ്റാനും അല്ലെങ്കിൽ നമ്മൾ ക്യാബിനിൽ വെക്കാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. ഓവർ സൈസ്ഡ് ബാഗേജ് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യമുള്ളത്. അപ്പോൾ സാറ് പിന്നെ ആദ്യം സിംഗപ്പൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, അതിനുശേഷം അപ്പം തന്നെ
നമ്മ പിറ്റേ ദിവസത്തെ ഒരു ദിവസത്തെ ഗ്യാപ്പില് എല്ലാ രാജ്യത്തിലും 24 മണിക്കൂർ ഉണ്ടായിട്ടില്ല. 24 മണിക്കൂർ താഴെ മാത്രമേ ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇവർ നമ്മളിപ്പോ ഒരു ടൂറിസ്റ്റിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റി, കോളേജ് വിസിറ്റ്, അങ്ങനത്തെ ഒരു കുട്ടികളൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ അവിടെ എത്തുന്നുണ്ട്, അവരൊക്കെ അവിടെ സുഖമല്ലേ, അവർക്കൊക്കെ ജോലി കിട്ടുന്നില്ലേ, നമ്മളിലൊക്കെ എന്തെങ്കിലും അസിസ്റ്റൻസ് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ കുട്ടികളും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾ പറഞ്ഞ പോലെ നമ്മള് അവര് ഹാപ്പി ആയിരിക്കുമല്ലോ. നമ്മള് ഒരു ഏജൻസി കുട്ടികളെ പറഞ്ഞെങ്കിൽ മാത്രമല്ല അവരവിടെ കൈ കാണുന്നു, മനസ്സിലാക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്കും അത് ഫീൽ ചെയ്യും. പിന്നെ കോളേജിലും നമ്മൾ പറയുന്നത്, കാരണം അവരൊന്നും ആരും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ ഏജന്റുകളൊന്നും ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കൊന്നും വിസിറ്റ് പോലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ അവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഇവിടേക്ക് എത്തിയല്ലോ, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിയാലിറ്റി നിന്ന് മനസ്സിലാവുന്ന ആഗ്രഹം ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ വെറുതെ കുട്ടികൾക്ക് വിസ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരല്ല, എഡ്യൂക്കേഷനെ പറ്റിയൊരു ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള അവരുടെ ക്യാമ്പസ് കാണാനും അതിന്റെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ കിട്ടാനൊക്കെ ആയിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ എന്തായാലും നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി നമ്മൾ ഒരു 10-14 രാജ്യങ്ങളിൽ നിന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ചില രാജ്യങ്ങളൊക്കെ ട്രാൻസിറ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഇപ്പൊ നമ്മള് സിംഗപ്പൂർക്ക് ആദ്യം പോയി, സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ പിന്നെ ഫ്രാൻസിലേക്ക് പോയി. ഫ്രാൻസിലേക്ക് പോകുമ്പോൾ വിയറ്റ്നാം എന്നുള്ളൊരു എയർപോർട്ട് വഴിക്ക് ആയിട്ടാണ് നമ്മൾ പോയത്. അപ്പൊ വിയറ്റ്നാമിൽ നമുക്കൊരു 3-4 മണിക്കൂർ നമ്മളവിടെ ഉണ്ടായിരുന്നു. ഫ്രാൻസിലേക്ക് എത്തി. ഫ്രാൻസിൽ നമ്മൾ പോയിട്ടുള്ളത് പിന്നെ ഫിൻലാൻഡിലേക്കാണ് പോയത്. ഫിൻലാൻഡിൽ നിന്ന് നല്ല യാത്രയായിരുന്നു. നമ്മൾ മറ്റേ ഫെറി വഴിക്ക് എസ്റ്റോണിയയിലേക്ക് എത്തി. എസ്റ്റോണിയയിൽ നിന്ന് ലാറ്റ്വിയയിലേക്ക് എത്തി. ലാറ്റ്വിയയിൽ നിന്ന് നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് എത്തി. അവിടെ നിന്ന് പോളണ്ട് വഴിക്ക് നമ്മൾ ജർമ്മനിക്ക് എത്തി. അപ്പൊ അത് വലിയ ട്രിപ്പായിരുന്നു. ജർമ്മനിക്ക് എത്തിയിട്ട് ജർമ്മനിയിൽ നിന്ന് വീണ്ടും നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി. പിന്നെ സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ ഇറ്റലിക്ക് വന്നു. ഇറ്റലിയിൽ തന്നെയാണ് വത്തിക്കാൻ, വേറെ രാജ്യമാണ് വത്തിക്കാൻ. എന്നാലും വത്തിക്കാനിലേക്ക് എത്തി. പിന്നെ വത്തിക്കാനിൽ നിന്ന് നമ്മൾ ഇറ്റലിയിൽ നിന്ന്, റോമിൽ നിന്ന് നമ്മൾ ടർക്കി വഴിക്കാണ് നമ്മൾ ഡൽഹിയിലേക്ക് വന്നത്. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക്. അപ്പോൾ ഏറ്റവും സ്ട്രെച്ചിൽ ഇത്ര രാജ്യങ്ങൾ എനിക്ക് തോന്നുന്നു 10-12 ദിവസം മാക്സിമം. അതെ അതെ, 2 ഇല്ല, 12 ദിവസം. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ പോയ ഓരോ രാജ്യങ്ങളെ കുറിച്ച് വേണമെങ്കിൽ